Hey guys, welcome to mobileic.in. ഇത് ഐഫോണിൻ്റെ മദർ ബോർഡിൻ്റെ പി ഹീറ്ററാണ് കേട്ടോ. ബോർഡ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഉള്ളതിലിപ്പോൾ ഏറ്റവും കൂടുതൽ മോഡൽ വരുന്ന പുതിയതായിട്ട് പറഞ്ഞതാണ്. ഏകദേശം 10-in-1 വരുന്നുണ്ട്. എക്സ് മുതൽ എക്സ് മാക്സ് 11 പ്രോ 11 പ്രോ മാക്സ് 12 മിനി 12 പ്രോ മാക്സ് ഏകദേശം ഒരു ഇത്രമാത്രം മോഡലിൽ അവൈലബിൾ ആണ്. പിന്നെ ബാക്കിയുള്ളതും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ ബോർഡ് ആ വലുപ്പം ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നതാണെങ്കിൽ ഏത് മോഡലാണെങ്കിലും ചെയ്യാം. ഇപ്പോൾ കൂടുതലുള്ളതാണെങ്കിലും ഇല്ലാത്ത മോഡലുകളും ഈ ബോർഡ് ഈ വലുപ്പത്തിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്നതാണെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഈ മോഡൽ വരെ എന്തായാലും പറ്റുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ മോഡൽ വന്നിരുന്നു, പക്ഷെ അതിൽ 11 വരെ ഇട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ മുന്നേ ഇറങ്ങിയത്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇതിനെ പറ്റി പറയാനുള്ളത് അത് ആ കാറ്റലോഗാണ് അതിൻ്റെ. പിന്നെ ഡയറക്റ്റ് എ സി കൊടുക്കലാണ്. ചെറിയൊരു കണക്ടർ മാതിരി ബാക്കിൽ വരുന്നുണ്ട്. അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ മുകളിൽ നിന്ന് സ്വിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ വന്ന മോഡലൊക്കെ കുറേ സെയിൽ ചെയ്തിട്ടുണ്ട്. യൂസ്ഫുള്ളാണ്, കുറേ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 11 പ്രോ മാക്സ് വരെ ഇട്ടുണ്ടായിരുന്നുള്ളൂ, എക്സ് മുതൽ. ഇതാ ബാക്കിൽ ആ പവർ ബാക്ക് കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം ആ കേബിളിൻ്റെ മുകളിൽ തന്നെ സ്വിച്ച് വരുന്നുണ്ട്. ഇത് ഐഫോൺ എക്സസിൻ്റെ എന്ത് ബോർഡാണ്, മറ്റേ സ്പെയർ ബോർഡാണ് കംപ്ലൈൻ്റ് ഉള്ളത്. മാസ്റ്റർ സ്റ്റോറേജ് ഇല്ലാത്ത ജസ്റ്റ് അപ്പോൾ അത് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആയിട്ട് ഇത് മാത്രം കാണിക്കുമ്പോൾ ഇനി പെട്ടെന്ന് ചൂടാവുന്നുണ്ട് കേട്ടോ. അത് ഓണാക്കി ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം അത് ചൂടായിട്ടുണ്ട്. പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ ബോർഡ് സെപ്പറേറ്റും ചെയ്തു. അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ വരുന്നുണ്ട് കേട്ടോ. ചൂടൊന്ന് പോയി കിട്ടാൻ തന്നെ കുറേ സമയം എടുത്തിട്ടുണ്ട്. അത് ചൂടായതിൻ്റെ ശേഷം ഏകദേശം 1.5 മിനിറ്റിനെ കൊണ്ട് ആ ബോർഡ് അതിൻ്റെ മുകളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ചൂടായിട്ട് വെച്ചതിൻ്റെ ശേഷം അങ്ങനെ പ്ലാസ്റ്റിക്കിന് നോബാണ് ഞാൻ ബോർഡ് പിടിക്കാനെടുത്തത്. അതാണ് അതിൻ്റെ മുകളിൽ ഒരുങ്ങിയിട്ട് പിടിച്ചു പോയി. ബോർഡിൻ്റെ മുകളിൽ ബോർഡ് സുഖമായിട്ട് സെപ്പറേറ്റ് ആവുന്നുണ്ട് ഇപ്പോൾ. ബോർഡ് മാത്രം തന്നെ സെപ്പറേറ്റ് ആയി വന്നിട്ടുള്ളൂ. അല്ല വേറെ ഐസ് കാര്യങ്ങളൊന്നും ഇളകിയിട്ടൊന്നുമില്ല. അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ നല്ല ചൂടുണ്ട്, തൊടാൻ കഴിയുന്നില്ല. ഒന്നുകൂടി സിമ്പിളായിട്ട് സെപ്പറേറ്റ് ആവും. ഞാൻ മറ്റേ ആ സിം ട്രെയിനിൻ്റെ മുകളിൽ ആ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് ആദ്യം കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. ഏറ്റവും നല്ലത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെഷീൻ ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും. വെച്ചാൽ അതങ്ങനെ അത്ര ഹീറ്റാക്കി ഇടണ്ടല്ലോ. മെഷീൻ അത് ഓഫ് ചെയ്ത് സ്വിച്ചിൻ്റെ മുകളിൽ
സ്റ്റിക്കർ ഒഴിവാക്കിയ പിന്നെ സിമിട്രേൻ്റെ മോഡലുള്ള ഇത് മാസ്റ്റോറേജ് ഇല്ലാത്ത ബോർഡ് കേട്ടോ, എക്സസ് ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ പീസ് അതിൻ്റെ മുകളിൽ നിന്നും പോകാൻ നോക്കിയതാണ്, പോകുന്നില്ല, അത് ഉണങ്ങിപ്പോയി. ഉരുകിയിട്ട്